എവിടെയും വെച്ച് നടത്താൻ നിക്കാഹ്, വീട്ടിൽ വെച്ചോ ഷോപ്പിൽ വെച്ചോ അല്ലെങ്കിൽ ഷാദി ഹാളിൽ വെച്ചോ എവിടെ വെച്ച് നിക്കാഹ് നടത്താം. നിക്കാഹ് സുന്നത്ത് എവിടെയാണ്? നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തുന്ന സുന്നത്ത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്നതാണ് സുന്നത്ത്, രാവിലെ നടത്തുന്നതാണ് സുന്നത്ത്. ഇതിനൊന്നും ഇപ്പം നമുക്കൊഴിവില്ല അല്ലേ? നമുക്കിതിനൊന്നും ഒഴിവില്ല. നമുക്ക് നമ്മുടെ ടൈം ടേബിളിന് എന്ത് ചെയ്യണം? എല്ലാം വഴങ്ങണം. ആ അള്ളാഹുവും റസൂലും ഏറ്റവും പുണ്യകരമായി അഫ്ളലായി ശ്രേഷ്ഠമായി നിശ്ചയിച്ച ദിവസത്തിലോ സമയത്തോ നടത്താൻ നമുക്ക് ആർക്കും ഒഴിവില്ല. ഇവിടെ നിക്കാഹ് സയ്യാകും, ജായിസാണ്, അള്ളാഹ് അനുവദിച്ചിട്ടുണ്ട്. ഉത്തമം പള്ളി വെള്ളിയാഴ്ച ദിവസം ശവ്വാല് മാസം കാലത്ത് നടത്തുന്നതാണ്. അപ്പം മാസം ഏതാണ്? ശവ്വാലാണ് ഏറ്റവും ഉത്തമം. എല്ലാ നിക്കാഹും ശവ്വാല് നടത്തൂല, ഇഷ്ടമുള്ള മാസത്തിൽ നടത്താൻ വിരോധമില്ല. പിന്നെ ദിവസം ഏത് ദിവസത്തിൽ നടത്താം? വെള്ളിയാഴ്ചയാണ് ഉത്തമം. ഏത് സമയത്തും നടത്താം, രാവിലെയാണ് ഉത്തമം. ഏതാണ് സ്ഥലം? ഏത് സ്ഥലത്തും നടത്താം, പള്ളിയിൽ വെച്ചാണ് ഏറ്റവും ഉത്തമം. അല്ലേ? കല്യാണത്തിന് പാട്ട് പാടാൻ പാടുണ്ടോ പാടില്ലേ? സിമ്പിളായിട്ട് ഇങ്ങനെ പോവാം. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് വേഗം നിർത്തും ഇൻഷാ അല്ലാഹ്. ഇത് ഒറ്റയടിക്ക് നമ്മുടെ ഒരൊറ്റ സംഗമം കൊണ്ട് ഒരു വിവാഹ ശില്പശാല തീരും എന്ന വിഡ്ഢിത്തം എനിക്കില്ല, എന്ന് വിചാരിക്കുന്ന വിഡ്ഢിത്തമില്ല, നിങ്ങൾക്കുമില്ല. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ തുടങ്ങി വെക്കുകയാണ്. കല്യാണത്തിനിപ്പോൾ വിവാഹത്തോടനുബന്ധിച്ച് പല ആചാരങ്ങളും നടക്കുന്നുണ്ട്. വിവാഹത്തോടനുബന്ധിച്ച് പല ആചാരങ്ങളും നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കല്യാണ രാവ് എന്ന് പറയുന്നത്. കല്യാണ രാവ് പൊടിപ്പൊടിക്കുകയാണ്. എന്തൊക്കെയുണ്ട്? വേണ്ടതൊക്കെ ഉണ്ട് കല്യാണ രാവിൽ. ഗാനമേളയുണ്ട്, ഡാൻസുണ്ട്, വേറെ മദ്യം വിളമ്പുന്ന ഇടങ്ങളുമുണ്ട്. എല്ലായിടത്തും ഞാൻ പറയുന്നില്ല, മദ്യം വിളമ്പുന്ന സ്ഥലങ്ങളുമുണ്ട്. പാട്ട് പാടുന്നതിന് വിരോധമുണ്ടോ? ഈയിടെ മാതൃഭൂമി വരാന്തപ്പതിപ്പിൽ കുറച്ചു മുമ്പ് കേരളത്തിലെ പ്രസിദ്ധനായ ഒരു ഗായകൻ മതപണ്ഡിതന്മാരെ മുഴുവൻ പരിഹസിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതി ഞാൻ വായിക്കുകയുണ്ടായി. അയാളാകെ കൂടി എഴുതി സമർപ്പിച്ചിട്ടുള്ളത് മുസ്ലിയാക്കന്മാർ പാട്ടിനെ എതിർക്കുന്നു എന്നാണ്. അയാൾ ഏത് സമുദായത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ചിന്തിച്ചു പോയി ഞാൻ അയാൾ എഴുതിയത് വായിച്ചപ്പോൾ. പണ്ഡിതന്മാർ പാട്ടിനെ എതിർത്തിട്ടില്ല. പണ്ഡിതന്മാർ പാട്ട് പാടാറുണ്ട്, പാട്ട് കേൾക്കാറുണ്ട്, പാടിക്കാറുണ്ട്. പാടാൻ പാടില്ലെന്ന് ആരും പറയില്ല. ലോകത്താരും പറയും പാട്ട് പാടാൻ പാടില്ലെന്ന്. ബഹുമാനപ്പെട്ട റുബയ്യ ബിൻത് മുഅവ്വിദ് എന്ന് പറയുന്ന മഹദിയുടെ കല്യാണം നടക്കുകയാണ്. ആ കല്യാണത്തിൽ സ്വഹാബിയത്തായ പെണ്ണ്, പ്രവാചക ശിശിയായ പെണ്ണിൻ്റെ കല്യാണം നടക്കുന്നു. ബദറുമാല പാടി, ദഫ് മുട്ടി ബദറുമാല പാടി എന്ന് സഹീൽ ബുഖാരിയിൽ കാണാം. ബദരീങ്ങളെ പ്രശംസിക്കുന്ന മാലക്ക ബദറുമാല എന്ന് പറയുന്നത് അല്ലേ? അപ്പം നമുക്ക് ബദർ പാടാം കല്യാണത്തിന്, ദഫ് മുട്ടാം. സഹീൽ ബുഖാരിയിൽ കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, സുഫത്തിമ്രാത്തിനില റജുലുമിനൽ അൻസാർ, ഒരു പെണ്ണിനെ ഒരു അൻസാരി പുരുഷൻ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാക്കാരമഴക്കും ലഹുവൻ, അവരുടെ ഒപ്പം പാട്ടുണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു നിബിധങ്ങൾ. പാട്ടുണ്ടായിരുന്നില്ലേ? ഫൈനൽ അൻസാറ യുജിബുഹുമുൽ ലഹുവ്, അൻസാറുകൾക്ക് പാട്ട് ഇഷ്ടമാണ്. കല്യാണ ദിവസമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പാടിക്കൂടായിരുന്നോ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം തുർമുദി റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം, ഐലിനു നിക്കാഹ വജ്ഹലുഹു ഫിൽ മസാജിദി, നിക്കാഹ് നിങ്ങൾ വിളംബരം ചെയ്യണം, സ്വകാര്യമല്ല. സ്വകാര്യം എന്താന്ന് പറഞ്ഞാൽ അവിഹിത ബന്ധത്തിലാണ് പെണ്ണിനെ കൂട്ടിക്കൊടുക്കുമ്പം അവിടെ സ്വകാര്യമാക്കൽ. അങ്ങനെ സ്വകാര്യമാക്കേണ്ട കാര്യമല്ല നിക്കാഹ്. ഐലിനു നിക്കാഹ, നിക്കാഹ് നിങ്ങൾ വിളംബരം ചെയ്യണം. വജ്ഹലുഹു ഫിൽ മസാജിദി, പള്ളിയിൽ വെച്ച് നടത്തുക. വദ്രിബു അലൈഹി ബിദ്ദുഫൂഫി, ദഫടിക്കുക, ദഫ് മുട്ടുക. അപ്പം ദഫ് മുട്ടൽ അനുവദനീയമാണ്. കല്യാണത്തിന് സന്തോഷ സമയമായതുകൊണ്ട് ദഫ് മുട്ടുന്നത് അത് നല്ല കാര്യമാകുന്നു. ചില ആളുകൾ സുന്നത്താണ്, സന്തോഷവേളകളിൽ ദഫ് മുട്ടുന്നത് സുന്നത്താണെന്ന് വരെ ചില ഫുഖാക്കളിൽ തന്നെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ജായിസാണ് എന്ന കാര്യത്തിൽ ഷാഫി പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായാന്തരമില്ല. ഹറാമാണെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രസക്തങ്ങളാണ് ആ അഭിപ്രായങ്ങൾ. അപ്പം അതുകൊണ്ട് ദഫ് മുട്ടാം. മഹാനായ റസൂൽ അസ്മദുകൾ പറയുന്നു,
അപ്പോൾ പാട്ട് പാടുന്നതിനോ മുട്ടാവുന്ന ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് മുട്ടുന്നതിനോ വിരോധമില്ല. പിന്നെ ഏത് പാട്ടാണ് പാടിയില്ലാത്തത്, ഏത് മുട്ടാണ് പാടിയില്ലാത്തത്? നമുക്ക് പറയാം. ബഹുമാനപ്പെട്ട ആമിർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു, ഞാൻ എന്തിനാണ് ഇത് ആദ്യമേ പറയുന്നതെന്ന് പറഞ്ഞാൽ, പാട്ടിനെ എതിർത്തു, പാടാൻ പാടില്ല, അവർ കല്യാണത്തിന് പോലും പാടാൻ പാടില്ല എന്ന് പറയുന്ന പിന്തിരിപ്പൻ നയമാണ് ഇവർക്കുള്ളത് എന്ന് ഏതെങ്കിലും വിവരദോഷികളായ ആളുകൾ തെറ്റിദ്ധരിച്ചേക്കുമെന്ന് കരുതിക്കൊണ്ടാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട ആമിർ ബിൻ സഅദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, ദഖൽതു അലാ ഖുർലത്ത് ബിൻ കഅബ് വഅബി മസൂദിൻ. ഖുർലത്ത് ബിൻ കഅബ്, അബൂ മസൂദ് എന്ന് പറയുന്ന രണ്ട് മഹാന്മാരുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. അവർ പിന്നെ ഫി ഉർസിൻ, ഒരു മംഗള സദസ്സിലാണ്, വിവാഹ സദസ്സിലാണുള്ളത്, കല്യാണ സദസ്സിലാണുള്ളത്. വൈദൻ ജമാരിൻ യുഗന്നീന, അപ്പോൾ കൊച്ചു കുട്ടികൾ, പെൺകുട്ടികൾ അവർ പാട്ട് പാടുന്നതായിട്ട് കേട്ടു. ഇവർ രണ്ടുപേരും ആ പാട്ട് കേട്ടുകൊണ്ട് ഇപ്പുറത്ത് ഇരിക്കുന്നുണ്ട്, അപ്പുറത്ത് പാട്ടും നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആമിർ ബിൻ സഅദ് പാട്ടിനോട് വിമുഖതയുള്ള ആളാണ്. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ചോദിച്ചു, ഫഖൽതു ഐ സാഹിബൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഹില ബദർ, നബിയുടെ ശിഷ്യന്മാരായിട്ടുള്ള മഹാന്മാരെ, ബദറിൽ പങ്കെടുത്തുള്ള മഹാന്മാരെ, നിങ്ങൾ യുഫേരുഹാദ എന്തൊക്കും നിങ്ങളുടെ സന്നിധാനത്തിൽ ഇങ്ങനെ പാട്ടുപാടുകയോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാല, അവർ ഇരുവരും പറഞ്ഞു, ഈ ജിലിസ് ഇൻഷിത്ത, നിനക്ക് ഇഷ്ടമെങ്കിൽ ഇരുന്ന് കുറച്ച് പാട്ട് കേട്ടോ. വൈൻഷിത്ത ഫതീബ്, എല്ലാം നിനക്ക് ഇഷ്ടമില്ല, പോകണമെന്നാ തോന്നുന്നത്, നിനക്ക് പോകാം. ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, ഫൈന്നഹു ഖദ് റുഖിസ ലനാ ഫിൽ ലഹ്വി ഇൻദൽ ഉർസി, കല്യാണത്തിന് പാട്ട് പാടുന്നതിൽ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പാട്ടിങ്ങനെ പാടുക, സദാ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ പാട്ട് പാടുക, 24 മണിക്കൂറും പാട്ട് പാടുക, കേൾക്കുക എന്നൊരു സമ്പ്രദായം